everyone. So average എന്നുള്ള ഒരു ചാപ്റ്ററിലെ തേർഡ് പാർട്ട് വീഡിയോ ആണിത്. സോ നിങ്ങൾ ഓൾറെഡി ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വീഡിയോസ് USSന്റെ തന്നെ ഒരുപാട് വീഡിയോസ് റിലീസ് ചെയ്യുന്നുണ്ട്. സോ മാത്തിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. സോ ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, സോ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ആവറേജ് അല്ലെങ്കിൽ ശരാശരി. സോ ഇതിൽ ഒരു വൺ ഓഫ് ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം, നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ സം ഓഫ് 5 odd digit ഈസ് 115. ദെൻ വാട്ട് ഈസ് ദി മിഡിൽ നമ്പർ? എന്താണ് മിഡിൽ നമ്പർ? അതായത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? സം ഓഫ് നമ്പേഴ്സ്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 5 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ യെസ്. അപ്പം ഈ ഒരു നമ്പർ, മിഡിൽ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എനിക്ക് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഇതിൻ്റെ സമ്മ് തന്നിട്ടുണ്ട്. ഈ ഒരു സീരീസ് നമുക്ക് അറിയില്ല, ഈ ഒരു സീരീസ് നമുക്ക് തന്നിട്ടില്ല. ഓക്കെ, അപ്പം സമ്മ് തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ സമ്മ് വരിക? 5 + 5 10, 10 + 5 15. ഓക്കെ, 15 ആണ് വരിക അല്ലേ? ഇതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ സമ്മ് 15 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് 5 നമ്പേഴ്സ് ഉണ്ട്. 5 നമ്പേഴ്സിൻ്റെ സമ്മ് 15 ആണ്. നമ്മൾ എന്താണ് ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു അടുത്തടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയെങ്കിൽ മിഡിൽ നമ്പർ ഏതാണ്? സോ ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മിഡിൽ നമ്പർ എന്ന് പറയുന്നത് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. എത്ര നമ്പേഴ്സ് ഉണ്ട് അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ സം ഡിവൈഡഡ് ബൈ 5 ആണ് ചെയ്യാം. ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പം മിഡിൽ നമ്പർ 3 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നോക്കാം. സം ഓഫ് 5 odd digit ഈസ് 115. ഓക്കെ, അപ്പോൾ എന്താണ് സം ഓഫ് 5 odd digit ഈസ് 115. സോ ഇങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 5 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 115 ആണ്. സോ വാട്ട് ഈസ് ദി മിഡിൽ നമ്പർ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് അല്ലെ? അപ്പൊ ഇവിടെ സം എത്രയാ തന്നിരിക്കുന്നത്? 115. സോ 115 ഡിവൈഡഡ് ബൈ 5 എത്രയാ വരിക? 5 × 10 23. യെസ്, സോ 23 ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത് അല്ലേ? സോ 23 ഈസ് ദി ആൻസർ. ക്ലിയർ? സോ മിഡിൽ നമ്പർ ഒക്കെ കണ്ടുപിടിക്കാൻ വന്നാൽ നമ്മൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 12 സംഖ്യകളുടെ കൂട്ടത്തിൽ 3 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 8 ആണ്. മറ്റ് 5 സംഖ്യകളുടെ ശരാശരി 4 ആണ്. ശേഷിക്കുന്നവയുടെ ശരാശരി 7 ആണ്. അങ്ങനെയെങ്കിൽ 12 സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് തിങ് ഉണ്ട്. എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ആവറേജ്? ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ്. നമ്മൾ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെയാണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, സോ ആവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് നോട്ട് ചെയ്യുക. ആവറേജിന്റെ ബേസിക് ഫോർമുലയാണിത്. ദാറ്റ് ഈസ് സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നമ്പേഴ്സ്, നമ്പർ ഓഫ് പീപ്പിൾ, എന്ത് വേണമെങ്കിലും ആവാം. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 12 സംഖ്യകൾ. നമുക്ക് എത്ര സംഖ്യ ഉണ്ട് ഇവിടെ? ടോട്ടൽ നമുക്ക് 12 എണ്ണം ഉണ്ട് കേട്ടോ. 12 എണ്ണം ഉണ്ട്. 12 സംഖ്യകളിൽ 3 സംഖ്യകളുടെ ശരാശരി, ഇതിൽ 3 എണ്ണത്തിന്റെ ശരാശരി തന്നത് എത്രയാണ്? 3 എണ്ണത്തിന്റെ ശരാശരി നമുക്ക് തന്നിരിക്കുന്നത് 8 ആണ്. ഓക്കെ, സോ 3 നമ്പേഴ്സിന്റെ ശരാശരി 8 ആണ്. ഇനി അടുത്തത് എത്രയുണ്ട്? മറ്റ് 5 സംഖ്യകളുടെ ശരാശരി 4 ആണ്. ഇനി ബാക്കി 5 എണ്ണം എടുത്തു. 5 എണ്ണത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്?
4 ഓക്കെ, ഇനി എന്താ ഉള്ളത്? ഇനി ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? ശേഷിക്കുന്നവയുടെ ശരാശരി 7 ശേഷിക്കുന്നവ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? ഇവിടെ നമുക്ക് ഇപ്പോൾ 5, ഇവിടെ 3, അപ്പോൾ 5 3 8. ഇനി 4 കൂടി ഉണ്ട് അല്ലെ ശേഷിക്കുന്നവ പറയുമ്പോൾ. ബാക്കി 4 ശരാശരി. സോ ബാക്കി 4 ശരാശരി എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 7. ഓക്കെ ഓക്കെ, സോ 3 ശരാശരി 8, 5 ശരാശരി 4, 4 ശരാശരി 7. ഓക്കെ, സോ ഇങ്ങനെയെങ്കിൽ 12 ശരാശരി എന്താണ് എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ അല്ലേ? 12 ശരാശരി എന്താണ്? ഓക്കെ, അപ്പോ ശരാശരി എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ n ആണ് അല്ലെ, ആകെ തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ആകെ തുക കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ 3 ആവറേജ് 8 ആണെങ്കിൽ ഈ 3 പേരുടെ ആകെ തുക എന്തായിരിക്കും? 8 × 3 ആയിരിക്കും അല്ലെ. അതുപോലെ 5 പേരുടെ ആകെ തുക എന്തായിരിക്കും? 5 × 4 ആയിരിക്കും. ആൻഡ് 4 പേരുടെ ആകെ തുക എന്തായിരിക്കും? 4 × 7 ആയിരിക്കും അല്ലെ. അതായത് സം എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ഇൻറ്റു n ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. സം എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു n ആണ്. ഇവിടെ ഓരോന്നിന്റെയും ആകെ തുക നമുക്ക് ഇവിടെ കിട്ടി അല്ലെ. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എനിക്ക് 12 നമ്പേഴ്സിന്റെ ആകെ തുക കിട്ടും അല്ലെ. സോ ദാറ്റ് ഈസ് 24 + 20 + 28. എത്രയാ വരിക? 8 + 4 12, 1 here, 2 + 2 4, 4 + 2 6, 6 + 1 7. യെസ്, അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ എൻ്റെ ആകെ തുക വരുന്നത് 72 ആണ്. അപ്പൊ നമുക്ക് സം എന്ത് കിട്ടി? സം 72 എന്നാണ് കിട്ടിയത് അല്ലെ. 12 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 72 ആണ്. സോ ആവറേജ് എന്താണ്? 72 ഡിവൈഡഡ് ബൈ 12. ക്ലിയർ ആണോ? യെസ്, സോ ദാറ്റ് ഈസ് 6. അപ്പൊ ആവറേജ് നമുക്ക് 6 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കാം. യെസ്, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഒഴിവാക്കിയ സംഖ്യ ഏത്? അപ്പൊ 5 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 20 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഒഴിവാക്കിയ സംഖ്യ ഏത്? എങ്ങനെയാ നമ്മളിത് ചെയ്യാം? 5 സംഖ്യകളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട്. ആവറേജ് ഓഫ് 5 നമ്പേഴ്സ്. 5 നമ്പേഴ്സിന്റെ ശരാശരി എത്രയാണ്? 20. അപ്പോ സം ഓഫ് 5 നമ്പേഴ്സ് എന്താണ്? 5 നമ്പറിന്റെ ആകെ തുക എന്താ വരിക? 5 × 20 അല്ലെ. 5 × 20. So that is 100. സം 100 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി എന്താ ചെയ്തത്? ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ആവറേജ് എന്തായി? 23 ആയിട്ട് മാറി. അപ്പോൾ ഈ ഒരു 100ൽ നിന്ന് ഏതോ ഒരു സംഖ്യ ഒഴിവാക്കി. ഓക്കെ, ഏത് സംഖ്യയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എക്സ് എന്ന് വിളിക്കുകയാണ് അതിനെ കേട്ടോ. ഏതോ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ എൻ്റെ ആവറേജ് എന്തായിട്ട് മാറി? ഇതാണ് എൻ്റെ സം. പുതിയ സം എന്ന് പറയുന്നത്, പുതിയ സം, ന്യൂ സം, പുതിയ ആകെ തുക എന്താണ്? 100ൽ നിന്ന് ആ ഒരു ഒഴിവാക്കിയ നമ്പർ. അതിന്റെ അപ്പൊ എത്ര ആൾക്കാരുണ്ട്? അപ്പോ ഒരാളിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരാണുള്ളത് ഇനി അല്ലേ. സോ ആവറേജ് എന്തായിരിക്കും? ആവറേജ് ഇസ് 100 - x ഡിവൈഡഡ് ബൈ 4. ഓക്കെ, സോ 23 ആണ് നമുക്ക് പുതിയ ശരാശരി കിട്ടിയത്. സോ ദിസ് ആവറേജ് എന്ന് പറയുന്നത് 23 ആണ് അല്ലേ. സോ 100 - x ഇസ് ഈക്വൽ ടു 23 × 4. ഓക്കെ അല്ലേ? യെസ്, 23 × 4 എത്രയാണ്? 4 × 3 12, 1 here, 4 × 8, 8 + 1 9. സോ 92. സോ നമ്മുടെ ഒഴിവാക്കിയ നമ്പർ ഏതാണ്? 100 - 92, ദാറ്റ് ഇസ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 5 സംഖ്യകളുടെ ശരാശരി 20 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 23 കിട്ടി. ഒഴിവാക്കിയ സംഖ്യ ഏത്? അപ്പൊ 5 സംഖ്യകളുടെ ശരാശരി 20 ആണെങ്കിൽ
നമ്മുടെ 5 സംഖ്യകളുടെ ആകെത്തുക എന്താ വരിക? 5 സംഖ്യകളുടെ ആകെത്തുക എന്താ വരിക? ശരാശരി 20 ആണ്. സോ 5 into 20 that is 100. ഓക്കെ, ഇനി നമ്മൾ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ നമ്മുടെ ആവറേജ് 23 ആയി. അപ്പോൾ ഒരു സംഖ്യ ഒഴിവാക്കി പറഞ്ഞാൽ 4 സംഖ്യയായിട്ട് മാറി അല്ലേ? 4 സംഖ്യകളുടെ ആകെത്തുക എന്താണ്? 4 into 23. So that is 4 into 3, 12, 1 here 4 into 8, 8 plus 1, 9, 92. Yes. So 4 സംഖ്യകളുടെ ആകെത്തുക 92, 5 സംഖ്യകളുടെ ആകെത്തുക 100. അപ്പോൾ ഒഴിവാക്കിയ സംഖ്യ ഏത്? ഒഴിവാക്കിയ സംഖ്യ ഏതാണ്? That is 100 minus 92. That is 8. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 5 സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു. യെസ്. അതുപോലെ തന്നെ 4 സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചു. എന്നിട്ട് 5 സംഖ്യയിൽ നിന്ന് 4 സംഖ്യയുടെ തുക കുറച്ചു. ആകെ തുക കുറച്ചാൽ നമുക്ക് ഒഴിവാക്കിയ സംഖ്യ കിട്ടും അല്ലേ? സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.